കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ശബരിമല നടവരവിൽ വൻ വർധന 5 കോടിയിലധികം രൂപയുടെ വരുമാന വർധനവാണ് ഇക്കുറി ഉണ്ടായത്. കണക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ദേവസ്വം ബോർഡ് പുറത്തുവിടും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 1 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഇക്കുറി ശബരിമലയിലേക്ക് എത്തി. വിവരങ്ങളുമായി അരുൺ കൊടുമൂർ ചേരുന്നുണ്ട്. അരുൺ, കഴിഞ്ഞ വർഷത്തെ കണക്കുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കോടികളുടെ വർധനയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിനു മാത്രമുള്ള സൗകര്യങ്ങൾ ഭക്തർക്ക് വേണ്ടി ദേവസ്വം ബോർഡ് ചെയ്തു കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇത്രയധികം വർധനവ് നടവരവിൽ ഉണ്ടായിട്ടും കൃത്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ശബരിമലയിൽ ഇല്ല എന്ന ആക്ഷേപം ഉയരവെയാണ് ഇത്തരത്തിൽ കണക്കുകൾ പുറത്തേക്ക് വരുന്നത്, അല്ലേ? തീർച്ചയായും ആദ്യ ഒരാഴ്ചത്തെ കണക്കാണ് ഇന്ന് ദേവസ്വം ബോർഡ് പുറത്തുവിടുക. വൈകിട്ട് 4 മണിക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി.എസ്. പ്രശാന്ത് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഈ ഒരു സമ്മേളനത്തിൽ കണക്ക് പുറത്തുവിടുമെന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. 5 കോടിയിലധികം രൂപയുടെ വരുമാനം ഈ മണ്ഡല കാലം ആരംഭിച്ചതിന് ശേഷം നടവരവിൽ വലിയ വർധന ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ ഈ ഒരു മണിക്കൂറിൽ പുറത്തുവിടുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വർധന ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും റെക്കോർഡ് വരുമാനമായിരുന്നു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം പൂർത്തിയായപ്പോൾ ശബരിമലയിൽ ഉണ്ടായത്. ഇത്തവണയും അത് കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു. എന്തായാലും സർവ്വകാല റെക്കോർഡിലേക്ക് തന്നെ ഈ വരുമാനം പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കായിരുന്നു ആദ്യ സമയങ്ങളിൽ ശബരിമലയിൽ ഉണ്ടായിരുന്നത്. മിനിങ്ങാന്നടക്കം വലിയ ഒരു ഭക്തജന തിരക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ചയായിട്ട് പോലും കാര്യമായ ഒരു തിരക്കില്ല. പക്ഷേ വൈകിട്ടോടെ തീർത്ഥാടകരുടെ എണ്ണം ഇനിയും വർദ്ധിക്കുമെന്നുള്ള ഒരു സൂചനകൾ തന്നെയാണ് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ, തിരക്ക് നിയന്ത്രിക്കുന്നതിനടക്കമുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ 80,000-ഓളം ഭക്തരാണ് ശബരിമലയിലേക്ക് ഒരു ദിവസം ശരാശരി എത്തുന്നത്. കഴിഞ്ഞ ദിവസം 83,000-ഓളം തീർത്ഥാടകർ എത്തുകയും ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ മണ്ഡലകാലത്തെ അപേക്ഷിച്ച് 1 ലക്ഷത്തിലധികം തീർത്ഥാടകരുടെ ഒരു വർധനയാണ് ഈ ഒരു മണ്ഡലകാലത്ത് ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അത് വരുമാനത്തിലും കൃത്യമായി തന്നെ പ്രകടമാണ്. നടവരവിൽ കൃത്യമായ രീതിയിലൊരു വർധന ദേവസ്വം ബോർഡിന് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദേവിക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ദേവസ്വം ബോർഡിന് വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നത്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ പലതവണ പറയുകയും ചെയ്തിരുന്നു. കൊറോണയ്ക്ക് ശേഷം വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു, സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു. പക്ഷേ അതിനുശേഷം വന്ന 2 തീർത്ഥാടന കാലത്തും സർവ്വകാല റെക്കോർഡിലേക്ക് ഈ തീർത്ഥാടകരുടെ ഒരു വരുമാനം, തീർത്ഥാടകർ നൽകുന്ന ആ ഒരു വരുമാനം, ശബരിമലയിലേക്ക് നടപരമായി ലഭിക്കുന്ന ആ വരുമാനം വർദ്ധിക്കാനുള്ള ഒരു സാധ്യത തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശബരിമലയുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു വരുമാന വർധന ഇത്തവണയും പ്രതീക്ഷിക്കുന്നു. എന്തായാലും ശബരിമലയിൽ ഭക്തർക്ക് വിരിവെക്കുന്നതിനടക്കം ചെറിയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ നിലയ്ക്കലും പമ്പയിലും ഒക്കെ തന്നെയാണ് വലിയ പ്രശ്നമായി പ്രതിസന്ധിയായൊക്കെ തന്നെ നിൽക്കുന്നത്. എന്തായാലും വരുമാനമില്ല, സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നൊക്കെ തന്നെ ഇനി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് മണ്ഡല പൂജാ സമയത്തേക്ക്, അതോടൊപ്പം തന്നെ മകരവിളക്ക് സമയത്തേക്ക് തീർത്ഥാടകരുടെ ഒരു വലിയ പ്രവാഹം, ഈ നിയന്ത്രണങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് വലിയ ഒരു പ്രവാഹം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ സമയങ്ങളിലൊക്കെ തന്നെ കൃത്യമായി ഈ അടിസ്ഥാന സൗകര്യങ്ങൾ, അവർക്ക് വെള്ളം അടക്കമുള്ള സൗകര്യങ്ങൾ, അതോടൊപ്പം തന്നെ ലഘുഭക്ഷണങ്ങൾ അടക്കമുള്ള സൗകര്യങ്ങൾ, അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾ, ഈ സംവിധാനമൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് മുൻ വർഷങ്ങളിൽ ഉണ്ടായ വീഴ്ചകളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു നടപടികളിലേക്ക് ദേവസ്വം ബോർഡ് പോകണം. നിലവിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിനടക്കം പുതിയ സംവിധാനങ്ങൾ, പുതിയ പരിഷ്കാരങ്ങൾ, 18-ാം പടിയിലടക്കം പുതിയ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തി മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇപ്പോഴും ആ ഒരു പരിഷ്കാരങ്ങൾ പൂർണ്ണമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം ഇനിയാണ് ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുക. പ്രത്യേകിച്ച് മുൻ വർഷങ്ങളിലേക്ക് അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ 12 വിളക്കിന് ശേഷമാണ് ശബരിമലയിൽ ഈ ഒരു തിരക്ക് വർദ്ധിക്കാൻ, മലയാളികളടക്കമുള്ള തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, 83,000 തീർത്ഥാടകർ എത്തിയപ്പോൾ ശബരിമലയിൽ ഉണ്ടായ തിരക്ക്, അതോടൊപ്പം തന്നെ ഭക്തർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ആ കാര്യങ്ങളൊക്കെ തന്നെ അറിയാം. ഇതൊക്കെ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് കൃത്യമായി ക്യൂ കോംപ്ലക്സുകളിലടക്കം ഏതെങ്കിലും തരത്തിൽ തീർത്ഥാടകരെ പിടിച്ചിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, മരക്കൂട്ടത്തു നിന്നും ശരംകുത്തി വഴി ഇങ്ങോട്ട് വരുന്ന ക്യൂ കോംപ്ലക്സുകളിലടക്കം അടിസ്ഥാന സൗകര്യങ്ങൾ, വെള്ളം എത്തിക്കുന്നതിനുള്ള നടപടികളൊക്കെ തന്നെ ദേവസ്വം ബോർഡ് പൂർത്തീകരിച്ചു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ കൃത്യമായി പ്രായോഗിക തലത്തിൽ എത്തുന്നുണ്ട് എന്നുള്ള ഉറപ്പ് കൂടി വരുത്തണം. കാരണം വരുമാനത്തിലടക്കം വലിയ വർധന ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തീർത്ഥാടകരുടെ എണ്ണത്തിലും ഒരു വലിയ വർധന, 1 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഇതിനോടകം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സന്നിധാനത്തേക്ക് എത്തി. നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിട്ടുപോലും തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ ഒരു വർധന ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദേവിക.